അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള, അതായത് എറണാകുളം കേട്ടോ, വയനാടല്ല, എറണാകുളം വീടിൻ്റെ തൊട്ടടുത്ത് കങ്കരപ്പടി എന്ന് പറയും. അവിടെ ഒരു മുരുകൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അവിടെ ഇന്ന് ഉത്സവമാണ്. അപ്പോൾ 4ാമത്തെ ദിവസമാണ്. ഇന്നാണ് മെയിൻ ദിവസം. അപ്പോൾ അവിടെ കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളും ഗാനമേളയും നാടകമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ സമയം ഇപ്പോൾ 7:30 അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയായി കഴിഞ്ഞു, പോകാൻ ഇറങ്ങുകയാണ്. ഭയങ്കര ചൂടാണ്, രക്ഷയില്ലാത്ത ചൂടാണ്. നല്ല വേർത്തിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. കുളിച്ചിറങ്ങുമ്പോൾ തന്നെ വേർക്കും. അപ്പോൾ ഇനി അമ്പലത്തിലെത്തിയിട്ടുള്ള വിശേഷങ്ങളാണ്. നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. തൊട്ടടുത്താണ്, ബൈക്കിൽ വന്നാൽ മതി. പക്ഷേ അല്ല, നടന്ന് വന്നാൽ മതി. പക്ഷേ ഇനി നമ്മൾ ബൈക്കിലാണ് വന്നത്. എനിക്ക് നടന്നു വരാനാണ് ഇഷ്ടം. ആണ്, എനിക്ക് കഷ്ടപ്പെട്ടെടുത്തൊക്കെ വെറുതെ ആയ. ഇതാണോ അന്ന് ഈ വണ്ടി അവിടെ വെക്കി, ഏതെങ്കിലും ഒന്ന് ഇതവിടെ വെക്കി. 2 വണ്ടി വേണം. 2ഒന്നും പറ്റൂല, ഏതെങ്കിലും ഒന്ന് എടുക്ക്. ഞാൻ പറഞ്ഞില്ല ഏത് വണ്ടി വേണ്ടേ? ഏത് വണ്ടി വേണ്ട കുട്ടിക്ക് നോക്ക്. എത്ര വണ്ടിയാണ് നോക്ക്. ഇവിടെ കണ്ടോ, ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. എന്താ നിങ്ങൾക്ക് വേണ്ടേ? നല്ല ലോറിയാ? അതെ, നല്ല താരം തോന്നുന്നുണ്ട്. അമ്പലത്തിൽ വന്നപ്പോൾ വലിയ ആൾക്കാരൊന്നും കാണുന്നില്ല. പരിപാടി ഇന്ന് തന്നെയാണ്. മറ്റേ പിള്ളേരെ, ഡാൻസിൻ്റെ പിള്ളേരൊക്കെ വരുന്നുണ്ട്. ഡാൻസിൻ്റെ പിള്ളേരും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, നേരത്തെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇപ്പം ആൾക്കാരൊന്നുമില്ല. സ്റ്റേജൊക്കെ കാലിയാണ്. സ്റ്റേജൊക്കെ കാലിയാണ്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. ഗാനമേളൊക്കെ ഏകദേശം ഒരു 10-11 മണി ആകുമ്പോഴൊക്കെ ആയിരിക്കും ഡാൻസും കാര്യങ്ങളൊക്കെ. യാനക്കുട്ടനത് അവിടെ വണ്ടി ഉരുട്ടി കളിക്കുന്ന ഒരു ലോറി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിലാണ് കളി. യാനക്കുട്ടൻ നിന്ന് തളർന്ന് യാനക്കുട്ടനിതാ ഒരു സൈഡായി, ഒരു സൈഡായി. ചെക്കൻ്റെ പുറകെ ഓടുന്ന നിർത്തി. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ സ്ഥലമുള്ളതും കൊണ്ട് കുഴപ്പമില്ല. ആൾക്കാർ കുറവായത് കൊണ്ടും സ്ഥലം ഒരുപാടുള്ളതും കൊണ്ടും. ഇതൊരു സ്കൂളാണ്, മറ്റേ SNDP സ്കൂളാണ്. അമ്പലം സ്കൂൾ ഒരുമിച്ചാണ്.
അപ്പോൾ നല്ല രസമാണ്. ഗെയ്സ് ഇന്നല്ല, ലാസ്റ്റ് ഡേ ഇന്നല്ല, ലാസ്റ്റ് ഡേ 28-ാം തീയതി. ഇവിടെ എത്തിയിട്ട് ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. എനിക്ക് തോന്നുന്നു ഇന്നല്ല മെയിൻ പരിപാടി, എനിക്ക് തോന്നുന്നു 27-ാം തീയതി 28-ാം തീയതി മെയിൻ പരിപാടി വരുന്നത്. അപ്പോൾ ഞങ്ങൾ മെല്ലെ വലിയാന്ന് വിചാരിച്ച് 8:45 9 മണിയായി. ഇപ്പോൾ വിശക്കുന്നുണ്ട്, അപ്പോൾ മെല്ലെ വീട്ടിലേക്ക് പോട്ടെ. ഞാൻ പറഞ്ഞു അപ്പം അമ്പലക്കേസ് നടന്നില്ല. അമ്പലപരിപാടി ഞായറാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ എ മാറ്റിയിട്ട് പ്ലാൻ ബി ആക്കി. നേരെ വന്നിട്ട് മന്തിക്കടേൻ്റെ മുമ്പിൽ നമ്മളെ നല്ല ഷവായി മന്തി കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കയറി. കണ്ട ഇവിടുത്തെ ഷവായി അടിപൊളിയാണ്. അപ്പോൾ ഒരു ഹാഫ് ഷവായി മേടിച്ചിട്ട് വീട്ടിൽ പോയി ഞം അടിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഷവായിലേക്ക് കിടന്നു. ഇന്ന് വൈഫ് അവളെ വിസ്മയ കാണാണ്ട് ഞാൻ 2 ബിയർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാത്രി, നാളെ ശനിയാഴ്ചയല്ലേ, അപ്പോൾ രാത്രി അടിക്കാമെന്ന് വെച്ചിട്ട് 2 ബിയർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂട്ടി നല്ലൊരു പിടി പിടിക്കണം.